മരണത്തിന് ശേഷം പിന്നെ എന്ത് സംഭവിക്കും? മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും? ഈ ചോദ്യത്തിനും അല്ലാഹ് തന്നെ ഉത്തരം നൽകിയിട്ടുണ്ട്. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും? വലിയ വിഭാഗം ആളുകൾ പറയുന്നു, ഒന്നും സംഭവിക്കില്ല, മരിച്ചാൽ മണ്ണാക്കുമല്ലോ. അയന ലമർദൂദൂന ഫിൽ ഹാഫിറ എയ്താക്കുന്ന ഇദാമൻ നഖിറ, നാം വീണ്ടും ഉയിർപ്പിക്കപ്പെടുമോ? ഞങ്ങൾ അസ്ഥികളായി ചിതറിപ്പോയാൽ പോലും ആരെങ്കിലും കുഴിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടോ? പനാമയിലോ മറ്റെവിടെയോ കുഴി പൊട്ടി ഒരാൾ പുറത്തു വന്നതായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരാണ് വന്നത്? ഇന്നുവരെ ആരും വന്നിട്ടില്ല. നാം മരിച്ചാലും തിരിച്ചു വരികയില്ല. എപ്പോഴാണ് അസ്ഥികൾ പോലും പൊടിപ്പൊടിയായി പൂർണ്ണമായും ചിതറിപ്പോയാൽ അതിൽ നിന്ന് ആരാണ് ജീവിപ്പിക്കാൻ പോകുന്നത്? ഉസ്മാനി വായിൽ നമ്മുടെ നബിയുടെ അടുത്ത് വന്നു. അവന്റെ കയ്യിൽ പഴയ ഒരു അസ്ഥിയുണ്ടായിരുന്നു. അത് പൂർണ്ണമായും മൃദുവായി പോയിരുന്നു. അവൻ ആ അസ്ഥി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ചവിട്ടി പൊടിയാക്കി. അത് പൂർണ്ണമായും പൊടിയായി. പിന്നെ അതിൽ കാറ്റ് വീശി അസ്ഥി വായുവിൽ പറന്നുപോയി. പിന്നെ അവൻ പറഞ്ഞു, മുഹമ്മദ്, നിന്റെ റബ്ബ് ഇതിനെ വീണ്ടും ജീവിപ്പിക്കുമോ? നിന്റെ റബ്ബ് ഇതിനെ ജീവിപ്പിക്കുമോ? അപ്പോൾ തന്നെ അല്ലാഹ് ജിബ്രീൽ നബിയുടെ അടുത്തേക്ക് അയച്ചു. ഈ ദുഷ്ടൻ പറയൂ, മനുഷ്യൻ കാണുന്നില്ലേ ഞങ്ങൾ അവരെ ഒരു നുറുങ്ങുതുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചുവെന്ന്? പിന്നെ അവൻ തുറന്ന ശത്രുവായി മാറുന്നു. നോക്കൂ, ഞാൻ മലിനമായ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ച ഈ മനുഷ്യൻ ഇന്ന് എന്നോട് വാദിക്കുന്നു, തന്റെ സൃഷ്ടി മറന്നുപോയി, എന്നെ ഉദാഹരണങ്ങൾ കാണിക്കുന്നു. അവൻ ചോദിക്കുന്നു, ആ അസ്ഥികൾ പുഴുങ്ങിപ്പോയാൽ അവയെ ആരാണ് ജീവിപ്പിക്കുക? അവൻ എന്നോട് തെളിവുകൾ ചോദിക്കുന്നു, എന്നെ ഉദാഹരണങ്ങൾ കാണിക്കുന്നു, എന്നോട് ചോദിക്കുന്നു, ഈ പഴയ അസ്ഥിയെ ആരാണ് വീണ്ടും ജീവിപ്പിക്കുക? ഇത് പൊടിയായി പോയതല്ലേ? പറയൂ എന്റെ പ്രിയപ്പെട്ടവനെ, ആദ്യം അവനെ സൃഷ്ടിച്ചവനാണ് അവനെ വീണ്ടും ജീവിപ്പിക്കുക. അവൻ സൃഷ്ടിയിൽ പൂർണ്ണമായും അറിയുന്നവനാണ്. എല്ലാ സൃഷ്ടികളെയും അവൻ നിരീക്ഷിക്കുന്നു. ഇരുട്ടും വെളിച്ചവും ഒരുപോലെയാണ്. മുകളിലും താഴെയും ഒരുപോലെയാണ്. ഭൂമിയുടെ അകത്തും പുറത്തും ഒരുപോലെയാണ്. സമുദ്രത്തിന്റെ മുകളിലും കീഴിലും ഒരുപോലെയാണ്. 800 മീറ്റർ കഴിഞ്ഞാൽ സൂര്യന്റെ വെളിച്ചം സമുദ്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ല. 800 മീറ്റർ കഴിഞ്ഞാൽ താഴെ ഇരുട്ടാണ്, കറുത്ത രാത്രിയാണ്. മുകളിൽ 12 മണിക്ക് സൂര്യൻ ഉജ്ജ്വലമായിരിക്കുന്നു. ആകാശം വൃത്തിയാണ്, കനലുപോലെയുള്ള വെളിച്ചമാണ്. എന്നാൽ സമുദ്രത്തിൽ 800 മീറ്റർ കഴിഞ്ഞാൽ ഇരുട്ടാണ്. അതിനകത്ത് കോടിക്കണക്കിന് മില്യൺ ട്രില്യൺ മത്സ്യങ്ങളെ അല്ലാഹ് സൃഷ്ടിക്കുന്നു. ജീവൻ നൽകുന്നു, ഭക്ഷണം നൽകുന്നു, മരണവും നൽകുന്നു, ആഹാരം എത്തിക്കുന്നു. ഒരു നിമിഷം പോലും എൻ്റെ റബ്ബ് അവയിൽ ഒരാളെയും മറക്കാറില്ല. ലാ യസിബു അൻ റബ്ബിക മിൻ മിസ്കാൽ, പെറ്റ ഒരു കണിക പോലും നിന്റെ റബ്ബിന്റെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു പോകാൻ കഴിയില്ല. എവിടെയായാലും നിങ്ങൾ പോയാലും അല്ലാഹ് നിങ്ങളെ മുഴുവൻ കൊണ്ടുവരും. നിങ്ങൾ ജിദ്ദയിലേക്കോ എവിടെയായാലും പോയാലും അല്ലാഹ് നിങ്ങളെ വലിച്ചെടുത്ത് തിരികെ കൊണ്ടുവരും, തന്റെ മുന്നിൽ നിർത്തും. മരണത്തിന് ശേഷം എന്താണ് എന്നതിനെക്കുറിച്ച് ഞാൻ ഓരോ കാര്യത്തിനും ഖുർആനിൽ നിന്നുള്ള ചുരുക്കമായ ഉത്തരങ്ങൾ നൽകുകയാണ്. മരണത്തിന് ശേഷം എന്താണ്? എന്റെ റബ്ബ് പറയുന്നു, യൗമൻ സീറൽ ജബ. എന്റെ റബ്ബ് പറയുന്നു, ആദ്യം ഒരു തരിക് ജമീൽ എന്ന വ്യക്തിയുടെ മരണമുണ്ട്, പിന്നെ മുഴുവൻ സൃഷ്ടിയുടെ മരണമുണ്ട്. ഇപ്പോൾ ഞാൻ ഓരോരുത്തരെയും മരിപ്പിക്കും. ഒരു ദിവസം എല്ലാവരെയും ഒരുമിച്ച് മരിപ്പിക്കും. അതെന്താണ്? ഇതാ വഖതിൽ വാക്കിയ, അത് സംഭവിക്കേണ്ടതാണ്. ലൈസ ലിവ ഖദിഹ ഖദിബ, അതിനെ ആരും തടയാനോ നിഷേധിക്കാനോ കഴിയില്ല. ഖാഫിദുർ റാഫിയ, ചിലർ ഉയരത്തിൽ ചിലർ താഴെ. എങ്ങനെ സംഭവിക്കും? ഇതാ റുജദിൽ അർദുറച്ച, ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകും. ബബുസദിൽ ജിബാൽ ബസ്സ, പർവ്വതങ്ങൾ തറഞ്ഞു പൊടിപ്പൊടിയായി മാറും. അവ കാറ്റുപോലെ ചിതറിപ്പോകും. ഇതൊരു ദിവസം സംഭവിക്കാനിരിക്കുന്നതാണ്. യൗമു തശക്കക്കുസമ, ആകാശം പിളരുകയും ചെയ്യും. ഇതാ സമ ഇൻഫതറത്, ആകാശം പിളരുമ്പോൾ. വീതൽ ഖവാഗിബു അന്തത്തറത്, നക്ഷത്രങ്ങൾ ചിതറുമ്പോൾ. വീതൽ ബിഹാർ ഫുജിരത്, സമുദ്രങ്ങൾ പൊട്ടിപ്പൊങ്ങുമ്പോൾ. വീതൽ കുബൂർ ബാധിരത്, ഖബറുകൾ തുറക്കപ്പെടുമ്പോൾ. എല്ലാ വസ്തുക്കളും പിഴുതെറിയപ്പെടും, എല്ലാം അകറ്റി മാറ്റപ്പെടും. ഇതാ ശംസു കുവ്വരുത്, സൂര്യൻ ഇരുണ്ടു പോകുമ്പോൾ. വീതന്ന ജൂമോ ഇൻകതരത്, നക്ഷത്രങ്ങൾ മങ്ങിപ്പോകുമ്പോൾ. വീതൽ ജിബാല് സൈരത്, പർവ്വതങ്ങൾ നീക്കപ്പെടുമ്പോൾ. അടയാളം ഒരു മൃഗമാണെങ്കിൽ. വീതൽ ബിഹാർ സുജിരത്, സമുദ്രങ്ങൾ കത്തിക്കൊള്ളുമ്പോൾ.
ഇതെല്ലാം നിങ്ങളുടെ ഈ 2 സമുദ്രങ്ങൾ എന്റെ റബ്ബ് പറയുന്നു, ഞാൻ ഇല്ലാതാക്കും, അവസാനിപ്പിക്കും, ഒന്നും ശേഷിപ്പിക്കില്ല. നാളെ എല്ലാം നശിക്കും. വൈകാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം. നിന്റെ റബ്ബിന്റെ മഹത്വമുള്ള മുഖം മാത്രമേ നിലനിൽക്കും. ഒരുവൻ നിന്റെ റബ്ബ് മാത്രം നിലനിൽക്കും, ബാക്കി എല്ലാവർക്കും മരണമാണ്. എല്ലാവർക്കും മരണം നൽകിയ ശേഷം അപ്പോൾ അല്ലാഹു മാലിക് അൽ മൗദിനോട് ചോദിക്കും, ഇനി ആരാണ് ശേഷിക്കുന്നത്? എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. ആരാണ് ശേഷിക്കുന്നതെന്ന് അവനറിയാം. ഭൂമിയിലെവരും മരിച്ചുപോയി, ആകാശത്തിലെവരും മരിച്ചുപോയി. പിന്നെ ബാക്കി നിൽക്കുന്നത് അർശ് പിടിച്ചിരിക്കുന്ന 4 ദൂതന്മാരും അല്ലാഹുവിന് ഏറ്റവും അടുത്തുള്ള 4 ദൂതന്മാരുമാണ്. അപ്പോൾ അല്ലാഹു ചോദിക്കും, ആരാണ് ശേഷിക്കുന്നത്? അവർ പറയും, യാ അല്ലാഹു, ദൂതന്മാർ മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോൾ അല്ലാഹു കൽപ്പിക്കും, അർശിന്റെ ദൂതന്മാർക്കും മരണം നൽകൂ. അപ്പോൾ അർശിന്റെ ദൂതന്മാർ വീണു പോകും. പിന്നെയും അല്ലാഹു ചോദിക്കും, ഇനി ആരാണ് ശേഷിക്കുന്നത്? അവർ പറയും, യാ അല്ലാഹു, ജിബ്രീൽ, മീഖായിൽ, ഇസ്രാഫീൽ, പിന്നെ നിന്റെ ദാസൻ. അപ്പോൾ അല്ലാഹു കൽപ്പിക്കും, ജിബ്രീൽ, മീഖായിൽ മരിക്കട്ടെ. അപ്പോൾ അല്ലാഹുവിന്റെ അർശ് സംസാരിക്കും. അർശ് പറയും, യാ അല്ലാഹു, ജിബ്രീലിനെയും മീഖായിലിനെയും രക്ഷിക്കൂ. അപ്പോൾ അല്ലാഹു പറയും, അപ്പോൾ മാത്രം എന്റെ അർശിന്റെ കീഴിൽ ഉള്ള എല്ലാവർക്കും ഞാൻ മരണം എഴുതിയിരിക്കുന്നു, എല്ലാം മരിക്കേണ്ടതുണ്ട്. ഇതെന്താണ് ഈ ലോകം? ഇതെന്താണ് ഈ ലോകം? ആരുടെ പിന്നാലെ വിശ്വാസം വിൽപ്പനയാകുന്നു? ആരുടെ പിന്നാലെ കള്ളം പറയുന്നവരും വസ്തുക്കൾ വിൽക്കുന്നു? ആരുടെ പിന്നാലെ ബന്ധങ്ങളും ബന്ധുത്വങ്ങളും തകർക്കപ്പെടുന്നു? ആരുടെ പിന്നാലെ സഹോദരൻ സഹോദരനോട് പടയിടുന്നു? ഇതെന്താണ്? ഇതെന്താണ് ഈ വഞ്ചന? ഇതൊരു വഞ്ചനയുടെ വീട്, ഒരു പുഴുവിൻ്റെ ചെറുക്ക് പോലെയും ഒരു ഇലഞ്ഞിപ്പട്ടിയുടെ വല പോലെയും. ഇതിൽ നിന്ന് കടന്നു പോകൂ, നിങ്ങളുടെ ആഖിറത്തിനായി ഒരുക്കം ചെയ്യുമ്പോൾ. പിന്നെ അല്ലാഹു ചോദിക്കും, ഇനി ആരാണ് ശേഷിക്കുന്നത്? പറയും, യാ അല്ലാഹു, ഇസ്രാഫീലിയും നിന്റെ ദാസനും. ഇസ്രാഫീലിന്റെ കയ്യിൽ ആസൂർ കാഹളം ഉണ്ട്, അതിൽ കാഹളം മുഴക്കാൻ പോകുന്നവൻ. അപ്പോൾ അല്ലാഹു കൽപ്പിക്കും, ഇസ്രാഫീൽ മരിക്കട്ടെ. അപ്പോൾ ഇസ്രാഫീൽ പോയി ആസൂർ പറക്കും. ഈ ഫാനോസ് വിളക്കു പോലെ അർശിന്റെ കൂടെ തൂങ്ങി നിൽക്കും. പിന്നെ അല്ലാഹു ചോദിക്കും, ഇനി ആരാണ് ശേഷിക്കുന്നത്? അപ്പോൾ മലക് അൽ മൗത്തിന്റെ കാലുകൾ വിറങ്ങലിക്കും. എല്ലാവരുടെയും ആത്മാവ് എടുത്തവന്റെ തവണ എത്തി. ഇനി മുകളിൽ നീയും താഴെ ഞാനുമാണ്. അപ്പോൾ എൻ്റെ അല്ലാഹു പറയും, മരിക്കൂ, നീയും എൻ്റെ ഒരു സൃഷ്ടിയാണ്, എൻ്റെ സൃഷ്ടികളിൽ ഒരാളാണ്. അപ്പോൾ മലക് അൽ മൗദ് ഒരു വലിയ കുരലിൽ നിലവിളിക്കും. അങ്ങനെ നിലവിളിക്കും, ഭൂമിയും ആകാശവും ഉണ്ടായിരുന്നെങ്കിൽ പൊട്ടിപ്പോകുമായിരുന്നു. പക്ഷേ അവ നേരത്തെ തന്നെ പൊട്ടിപ്പോയി. എല്ലാവർക്കും മരണം നൽകിയ ശേഷം അല്ലാഹു പറയും, എൻ്റെ സമാനായി ആരെങ്കിലും ഉണ്ടോ? വരൂ വരൂ, എൻ്റെ സമാനനായി ആരെങ്കിലും ഉണ്ടോ? വരൂ വരൂ, എൻ്റെ സമാനനായി ആരെങ്കിലും ഉണ്ടോ? വരൂ വരൂ, ആരാണ് വരാൻ പോകുന്നത്? എല്ലാവർക്കും മരണം നൽകി കഴിഞ്ഞു. ഹാ ഹാ ഹാ. പിന്നെ അല്ലാഹു ഭൂമിയെയും ആകാശത്തെയും ഒരു കുലുക്കം നൽകും. പറയും, അനാ മലിക്, ഞാൻ രാജാവാണ്. പിന്നെ രണ്ടാമതും കുലുക്കം നൽകും. പറയും, അനാ അൽ ഖുദ്ദൂസ് അൽ സലാം അൽ മുമിൻ, ഞാൻ ഖുദ്ദൂസ്, സലാം, മുമിൻ. പിന്നെ മൂന്നാമതും കുലുക്കം നൽകും. പറയും, അനാ അൽ മുഹൈമിൻ അൽ അസീസ് അൽ ജബ്ബാർ അൽ മുത്തകബിർ. പിന്നെ അല്ലാഹു ചോദിക്കും, അയന അൽ മുലുക്ക്, രാജാക്കന്മാർ എവിടെയാണ്? ഐന അൽ ജബ്ബാരൂൻ, അതിക്രമികൾ എവിടെയാണ്? ദുഷ്ടൻ എവിടെയാണ്? ഐന അൽ മുത്തകബൂൻ, അഹങ്കാരികൾ എവിടെയാണ്? അഹങ്കാരം കാണിച്ചവർ എവിടെയാണ്? ലിമൻ അൽ മുൽകുൽ യൗം, ഇന്ന് ആരാണ് രാജാവ്? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരം പറയട്ടെ. പിന്നെ അല്ലാഹു തന്നെ പറയും, ലില്ലാഹി വാഹിദുൽ ഖഹാർ, ഇന്ന് ഏകാധിപതിയായ അല്ലാഹുവിന്റെ രാജത്വമാണ്, അല്ലാഹുവിന്റെ രാജത്വമാണ്, അല്ലാഹുവിന്റെ രാജത്വമാണ്.